കേജ്രിവാളിന് ജാമ്യമില്ല. കഴിഞ്ഞ ദിവസം കേജ്രിവാളിന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ ആ ജാമ്യത്തിന് നിഷേധിക്കാൻ ചില കാരണങ്ങൾ പറഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ നേരത്തെ ഒരാളായിരുന്നു അപ്രൂവർ മാപ്പുസാക്ഷിയായത്. പക്ഷെ ഇപ്പോൾ 3 പേരും മാപ്പുസാക്ഷിയായി. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കേസിൽ പ്രതിയായ 3 പേരിപ്പോൾ മാപ്പുസാക്ഷിയായി. ആ 3 മാപ്പുസാക്ഷികൾ കേജ്രിവാൾ പണം സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ തന്നെയാണ് മൊഴി കൊടുത്തത്. ആ സ്വീകരിച്ച പണം 100 കോടി രൂപയാണ്. അതിൽ 45 കോടി രൂപ പൂനെയിലെ മഹാരാഷ്ട്രയിലെ AAPയുടെ ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു. ഇതാണ് EDയുടെ കണ്ടെത്തൽ. കേജ്രിവാളിന്റെ വാദഗതി അറസ്റ്റിന് ജാമ്യത്തിന് പോകുന്നില്ല. ജാമ്യത്തിന് പോയാൽ അറസ്റ്റ് അംഗീകരിച്ചു എന്ന് വരും. അതുകൊണ്ട് അദ്ദേഹം ജാമ്യം എടുക്കില്ല. ജയിലിൽ കിടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നില്ല. ജയിലിലിരുന്ന് ഭരണം തുടരുകയാണ്. അതിന് നിയമപരമായ യാതൊരു തടസ്സവുമില്ല. കാരണം ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ മന്ത്രിമാരുണ്ട്, അസംബ്ലിയുണ്ട്. അസംബ്ലിയിൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. AAPയുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ ആണ് ED ഇപ്പോൾ ഒരു കേസിനകത്ത് കുരുക്കിയത്. ആ കേസിനകത്ത് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കുന്ന ആണ് PMLA എല്ലാം വകുപ്പ്. മണി ലോണ്ടറിങ്ങിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ അദ്ദേഹത്തിനെതിരായുള്ള തെളിവ് അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതിയായ 3 പേരുടെ മാപ്പുസാക്ഷികളാണ്. ആ മാപ്പുസാക്ഷികളുടെ മൊഴി അംഗീകരിക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു കേജ്രിവാളിൻ്റെ വാദഗതി. കാരണം അവര് ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത ശേഷം ആദ്യം ഒരാൾ മാപ്പുസാക്ഷിയായി, തുടർന്ന് 2 പേരും കൂടെയായി. അവർക്ക് ജാമ്യം പെട്ടെന്ന് ലഭിച്ചു. അവർക്ക് BJPയുടെ ഇലക്ഷനിലെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ അവസരവും കൊടുത്തു എന്നാണ് വാദഗതി. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ PMLA ആക്ട് 70-ാം വകുപ്പ് അനുസരിച്ചാണ് കള്ളപ്പണം വന്നു ചേർന്നു എന്ന് പറയുന്നത്. ED ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് അപ്പുറത്തോട്ട്, ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് അപ്പുറത്തോട്ട് EDക്ക് പോകാൻ അധികാരമില്ല. ED ജാമ്യത്തിന് ഒപ്പോസ് ചെയ്തു. 3 വർഷം വരെ 7 വർഷം ആയതുകൊണ്ട് അവരുടെ കസ്റ്റഡി കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടതാണ്. അവർ 2 പ്രാവശ്യം കസ്റ്റഡിയിൽ വാങ്ങിച്ചു ED. ഇപ്പോൾ ജാമ്യത്തിന് എതിര് ജാമ്യം കൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചു. കോടതി അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു. 3 കാര്യങ്ങളാണ് ഒരു ED കേസിനകത്ത് പ്രധാനമായിട്ടുള്ളത്. 3 സ്റ്റേജസ് ഉണ്ട് അതിന് ഒരു പ്ലേസ്മെൻ്റ് ഉണ്ട്. മണി എങ്ങനെ വന്നു? ഒരു പ്ലേസ്മെൻറ്റ്. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, അത് കേജ്രിവാളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക് വന്നു 100 കോടി രൂപ. അത് വിജയ് നായർ എന്ന് AAPയുടെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന മേധാവിയാണ് വിജയ് നായർ. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അക്കൗണ്ടിൽ കൂടെയാണ് 100 കോടി രൂപ വന്നതെന്ന് പറയുന്നു. അത് ആന്ധ്രയിലുള്ള സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ നിന്നാണ് വന്നത്.
കേജ്രിവാളിന്റെ ഒരു വാദഗതി, ജനപ്രാതിനിധ്യം നിയമം അനുസരിച്ച് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് AAP. അത് ED പറയുന്നത് പോലെ അത് ഒരു കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല. കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്നവരാണ് കള്ളപ്പണവും മറ്റതും മറിച്ചതും, അല്ലെങ്കിൽ ട്രസ്റ്റ്, അല്ലെ പാർട്ട്ണർഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി ആക്ടിന്റെ കീഴിൽ വരുന്ന അവരുടെ പണമാണ് കള്ളപ്പണമായിട്ട് കണക്കാക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ED ഈ നിയമം അനുസരിച്ചുള്ള വകുപ്പ് പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് വാദഗതി. അതുകൊണ്ട് അദ്ദേഹം അറസ്റ്റിന് വിധേയമാകുന്നില്ല. ED അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമാണ്. അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. അറസ്റ്റിന് ജാമ്യത്തിന് മൂവ് ചെയ്താൽ അറസ്റ്റ് അംഗീകരിച്ചു, അറസ്റ്റിന് വഴിപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങുകൊണ്ടാണ് ജാമ്യത്തിന് പോയതെന്ന വാദഗതി വരുന്നത് കൊണ്ട് അതിനോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തില്ല. ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. മാപ്പുസാക്ഷികളുടെ 3 പേരുടെ മൊഴി, അവർ കുറ്റം ചെയ്തവരാണ്. അത് കോടതിയിലെ ട്രയൽ സമയത്താണ് അതിൻ്റെ ബാധകം. പക്ഷേ ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പറഞ്ഞത് ഇതുപോലെയുള്ള കേസുകളിലെ അപ്രൂവർ വരുന്നത്, ആ അപ്രൂവർ ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ കൊടുത്ത മൊഴിയല്ല, അത് കോടതി കൊടുത്ത ജുഡീഷ്യസ് ആയിട്ടൊരു മൊഴിയാണ്. അത് തള്ളിക്കളയാൻ ഡൽഹി ഹൈക്കോടതിക്ക് കഴിയില്ല എന്നാണ് സ്വർണകാന്ത ശർമ്മയുടെ വിലയിരുത്തൽ. അദ്ദേഹം പറയുന്നത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ചെയ്ത ഒരു നടപടിയാണ് ആ 3 പേരുടെ മാപ്പുസാക്ഷികളുടെ മൊഴി. അത് ED എടുത്ത മൊഴിയല്ല. അതുകൊണ്ട് അവരുടെ മൊഴി വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ എന്നാണ് ജഡ്ജ് പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് മാത്രമേ EDക്ക് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. EDക്ക് പ്രത്യേക അധികാരമില്ല. പ്രത്യേക അധികാരമുള്ളതുപോലെയാണ് ED പെരുമാറുന്നത് എന്നാണ് കേജ്രിവാളിന്റെ വാദഗതി. അവർക്കൊരു അധികാരവുമില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് അപ്പുറത്തോട്ട് അവർക്ക് പോകാൻ ഒക്കില്ല. അതിനകത്ത് ചില നടപടിക്രമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കൊടുക്കണം. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ കോടതിക്ക് ജാമ്യം കൊടുക്കാം. 3 വർഷത്തിനകമാണ് ശിക്ഷയെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് ജാമ്യം കൊടുക്കാം കോടതിക്ക്. കസ്റ്റഡി വേണമെങ്കിൽ കസ്റ്റഡി കൊടുക്കാം, അതിനുശേഷം ജാമ്യം കൊടുത്തേക്കുള്ളൂ. ഇവിടെ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം 60 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും മാക്സിമം. 90 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് യഥേഷ്ടം കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാം. 60 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 60 ദിവസത്തിനുള്ളിൽ ജാമ്യം കൊടുക്കണം. കാരണം ഒഫൻസ് 3 വർഷത്തെ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അത് 7 വർഷം വരെ നീളാം. എങ്കിൽ തന്നെയും പ്രാഥമികമായി പറയുന്ന 3 ശിക്ഷയുടെ അനുസരിച്ച് 60 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. അത് മാൻഡേറ്ററിയാണ്. അതിനപ്പുറത്തോട്ട് EDക്ക് പോകാൻ ഒക്കില്ല. ED പോകുന്നത് ഇതൊരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു ഓഫീസ്, അല്ലെന്നെങ്കിൽ കമ്പനി ആക്ട് രജിസ്റ്റർ അനുസരിച്ചുള്ള ഒരു യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ED മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ് AAP. അതിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതിൻ്റെ MLA-മാരെയാണ് അകത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 176 CRPC അനുസരിച്ചും 169 CRPC അനുസരിച്ചും 169(5) അനുസരിച്ചും മുന്നോട്ട് പോയേ പറ്റുള്ളൂ EDക്ക്. അതുകൊണ്ട് 6 മാസം അല്ലെങ്കിൽ 60 ദിവസം 60 ദിവസത്തിനകം ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ EDയുടെ വാദഗതി 3 കാര്യത്തിലാണ്. അത് കോടതിയിൽ പ്ലേസ് ചെയ്തു. 1 ഒരു പ്ലേസ്മെന്റിന്റെ കാര്യമാണ്, 2 ലെയറിംഗ് ആണ്, 3 ഇന്റഗ്രേഷൻ ഓർ എക്സ്ട്രാക്ഷൻ. ഈ 3 സ്റ്റേജിൽ കൂടെ കടന്നുപോയതാണ് ഈ മണി തട്ടിപ്പ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് പ്ലേസ്മെന്റ്? അത് ഗെറ്റിംഗ് ഇല്ലീഗൽ ഫണ്ട് ഇൻ ടു എ ഫൈനാൻഷ്യൽ സിസ്റ്റം.
നിയമവിരുദ്ധമായ പണം ഒരു അക്കൗണ്ടിലേക്ക് വരിക, അതാണ് പ്ലേസ്മെന്റ്. അടുത്ത സ്റ്റേജ് ലെയറിംഗ് ആണ്. അത് ഇങ്ങനെ വരുന്ന ഫണ്ട് കുറച്ച് അധികം അക്കൗണ്ടിൽ കൂടെ കടത്തിവിടുക, ലെയറിംഗ് എന്ന് അതിന് പറയുന്നത്. ഇ ഡി ആക്ടിനകത്തും ഇ ഡിയുടെ കേസിനകത്തും ലെയറിംഗ് ഉണ്ടായി എന്നാണ് പറയുന്നതിനകത്ത്. നിയമവിരുദ്ധമായി വന്ന ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ വന്ന പണം 100 അക്കൗണ്ടിൽ കൂടെ കടത്തിവിട്ടു, അത് ലെയർ ചെയ്തു, അതിനുശേഷം അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ, അത് മണി എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു എന്നാണ്. ആ പണം പല അക്കൗണ്ടിൽ കൂടെ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം അതിന് ക്രിമിനൽ സ്വഭാവം ഉണ്ടെങ്കിലും അത് ഒരു ലീഗൽ ബേസിസിൽ വന്നു. അങ്ങനെയാണ് AAP പണം ഉണ്ടാക്കിയത് 100 കോടി എന്നാണ് ഇ ഡിയുടെ വാദഗതി. ഇ ഡി പറയുന്ന വാദഗതി അത് കമ്പനി രജിസ്റ്റർ ചെയ്ത, അല്ല ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത, അല്ല പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത ഫേമിന് മാത്രം ബാധകമാകുന്ന കാര്യമാണ്. അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ട് സുപ്രീം കോടതി പോകുന്നു. ജാമ്യത്തിനല്ല സുപ്രീം കോടതി പോകുന്നത്, ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. അതുകൊണ്ട് ആ അറസ്റ്റിന് വഴങ്ങുന്നില്ല, അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ജാമ്യത്തിന് നീങ്ങുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കേജ്രിവാളും സംഘവും AAP പാർട്ടിയും മുന്നോട്ട് പോകുന്നത്.